നമ്മളിന്ന് നോക്കാൻ പോകുന്നത് BCS 184 ഇ-കൊമേഴ്സ് യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ഇ-കൊമേഴ്സ്. ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് വഴി നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്, അഥവാ ഇലക്ട്രോണിക് കൊമേഴ്സ്. അതിലടങ്ങിയിട്ടുള്ളതാണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ, നമുക്ക് എല്ലാ ദിവസവും എവരിഡേ ഐറ്റംസ് പർച്ചേസ് ചെയ്യാനും, അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി ലക്ഷറി ഐറ്റംസ് കാർ ആയാലും റിയൽ എസ്റ്റേറ്റ് ആയാലും അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സോ പ്രോപ്പർട്ടിയോ ഇതൊക്കെ നമുക്ക് വിൽക്കുവാനും വാങ്ങുവാനും ഇൻ്റർനെറ്റ് വഴി സാധിക്കുന്നു. ഇതൊക്കെ അടങ്ങിയതിനാണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ടൈപ്പ് ഓഫ് ഇ-കൊമേഴ്സ്. ടൈപ്പ് ഓഫ് ഇ-കൊമേഴ്സ് 2 ടൈപ്സ് ഉണ്ട്: ജനറിക് ഇ-കൊമേഴ്സ് പോർട്ടൽസ് ആൻഡ് സ്പെസിഫിക് ഇ-കൊമേഴ്സ് പോർട്ടൽസും. ജനറിക് ഇ-കൊമേഴ്സ് പോർട്ടൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാറ്റഗറിയിലുള്ള ഐറ്റംസും നമ്മൾക്ക് അവിടെ ലഭ്യമായിരിക്കും, ലൈക്ക് ആമസോൺ ആൻഡ് ഫ്ലിപ്കാർട്ട്. സ്പെസിഫിക് ഇ-കൊമേഴ്സ് പോർട്ടൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. അവിടെ ഒരു സ്പെസിഫിക് ഐറ്റം, ഒരു പെർട്ടിക്കുലർ ഐറ്റം മാത്രം വിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ലൈക്ക് ബിഗ് ബാസ്ക്കറ്റ്, അതൊരു സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഗ്രോസറി ഐറ്റംസ് മാത്രമാണ്. അവിടെ നമ്മൾക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റിയ ഫുഡ് ഐറ്റംസ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ് മാത്രമാണ്. അതിനെയാണ് സ്പെസിഫിക് ഇ-കൊമേഴ്സ് പോർട്ടൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എം-കൊമേഴ്സ് ആൻഡ് മൾട്ടി ചാനൽ കൊമേഴ്സ്. എം-കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷനൊക്കെ മൊബൈൽ വഴി നടത്തുന്നതിനെയാണ് എം-കൊമേഴ്സ് എന്ന് പറയുന്നത്. ലൈക്ക് നമ്മൾ മൊബൈൽ വഴി മൊബൈലിൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ആപ്പും വെബ്സൈറ്റും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ നടത്തുന്നതിനെയാണ് എം-കൊമേഴ്സ് എന്ന് പറയുന്നത്. മൾട്ടി ചാനൽ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൻ്റെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ പല തരത്തിൽ, ലൈക്ക് ഒന്നെങ്കിൽ കസ്റ്റമറിനെ എൻഗേജ് ചെയ്യിപ്പിക്കുകയാണ്, ലൈക്ക് ഇതിലൂടെയൊക്കെയാണ് ഒന്നെങ്കിൽ വെബ് പോർട്ടൽസ്, അല്ലെങ്കിൽ മൊബൈൽ ആപ്സ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റോർ. ഇതിലൂടെയൊക്കെ കസ്റ്റമറിനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നു. മൾട്ടി ചാനൽ, പല ചാനൽ വഴി കസ്റ്റമേഴ്സിനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നു. അതിനാണ് മൾട്ടി ചാനൽ കൊമേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് എമർജിങ് ടെക്നോളജി ഇൻ കൊമേഴ്സ്. ഈ കൊമേഴ്സിൽ എന്തൊക്കെ ടെക്നോളജീസാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI ആൻഡ് മെഷീൻ ലേണിംഗ്. ഇവ രണ്ടും കൊണ്ട് ടെക്നോളജി എൻഹാൻസ് ചെയ്യാണ്, യൂസറിൻ്റെ പേഴ്സണലൈസേഷനും അതുപോലെ ഇംപ്രൂവ് കസ്റ്റമർ ഇൻട്രാക്ഷൻസും എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നു. അതുപോലെ ARഉം VR വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നൽകുകയാണ്. നമുക്ക് പ്രൊഡക്റ്റിൻ്റെ വിഷ്വലൈസേഷൻ നൽകിക്കൊണ്ട് വിർച്വൽ എൻവയോൺമെൻറ്റിൽ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഒരു വിഷ്വലൈസേഷൻ നൽകിക്കൊണ്ട് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് നൽകുകയാണ് നമുക്ക് ഷോപ്പ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ ബ്ലോക്ക് ചെയിൻ, നല്ല സെക്യൂർ ആൻഡ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടി. അതുപോലെ ഇതൊക്കെയാണ്. അടുത്തത് വൈ ഇ-കൊമേഴ്സ്. ഇ-കൊമേഴ്സ് എന്തിനാണ് ഇ-കൊമേഴ്സ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ്സ് revolutionizing the way we conduct business and shop for product and services. Popularity and growth can be attributed several key factors. ഇ-കൊമേഴ്സ് ഇപ്പം ഈ കറണ്ട് പ്രസൻറ്റ് ടൈമിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്മൾ ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇ-കൊമേഴ്സ്. നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസും ഒക്കെ നമ്മളിപ്പം ചെയ്യുന്നത് ഇ-കൊമേഴ്സ് വഴിയാണ്. അപ്പോൾ അതിലെന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആക്സസിബിലിറ്റി ആൻഡ് കൺവീനിയൻസ്, ഗ്ലോബൽ റീച്ച്. നമ്മൾക്ക് എന്തൊരു സാധനം വാങ്ങുവാനും വിൽക്കുവാനും നമ്മളൊരു സ്റ്റോറിൽ വെച്ച് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ലൊക്കാലിറ്റി, ആ ഒരു ഏരിയയിലെ ആൾക്കാർ മാത്രമേ വരുള്ളൂ വാങ്ങാൻ. പക്ഷെ നമ്മൾക്ക് ഇ-കൊമേഴ്സ് വഴി നമ്മളത് നടത്തുകയാണെന്നുണ്ടെങ്കിൽ വേൾഡിൽ എവിടെ ഇരുന്നിട്ടും ആർക്കും എന്തും വാങ്ങാനും ഷോപ്പ് ചെയ്യാനും പറ്റും. അത് ഇൻ്റർനെറ്റ് സഹായത്തോടു കൂടി എവിടെ ഇരുന്നിട്ടും സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. അപ്പോൾ അവിടെ ഒരു ഹിൻഡ്രൻസ് ഓഫ് ലൊക്കേഷൻ, അവിടെ അതിനെ എലിമിനേറ്റ് ചെയ്യുകയാണ്. നമുക്ക് എവിടെ നിന്നും സാധനം നമ്മുടെ പ്രൊഡക്റ്റിന് ഗ്ലോബൽ റീച്ച് കിട്ടുന്നു. അതുപോലെ 24/7 അവൈലബിലിറ്റിയാണ്. എനി ടൈം നമുക്ക് സാധനങ്ങൾ വാങ്ങാം. ഈസ് ഓഫ് യൂസ്, അതുപോലെ കുറച്ച് പോയിൻറ്റ്സ് മാത്രമാണ് പറഞ്ഞു പോകാനേ ഉള്ളൂ. ലോവർ ഓപ്പറേഷൻ കോസ്റ്റ്, അഫോർഡബിൾ മാർക്കറ്റിംഗ്, പ്രൊഡക്റ്റ് വെറൈറ്റി, പലതരത്തിലുള്ള പ്രൊഡക്ട്സ് നമുക്ക് ലഭ്യമാണ്. പ്രൈസ് കമ്പാരിസൺ നടത്താം. നമുക്ക് ഇപ്പം ഒരു വെബ്സൈറ്റിൽ നമുക്ക് ഉള്ള പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ആയിരിക്കും മറ്റൊരു വെബ്സൈറ്റിലും. അപ്പോൾ നമുക്ക് കമ്പാരിസൺ നടത്താം. എഫക്റ്റീവ് ട്രാൻസാക്ഷൻസ്, പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ്, അതുപോലെ ബോർഡ് മാർക്കറ്റിംഗ് റിസർച്ച്, ഇന്നൊവേഷൻ ബിസിനസ് മോഡൽസ്, പിന്നെ പ്രോസസ് റീ എൻജിനീയറിങ്, ഡാറ്റ ഡ്രിവൻ ഡിസിഷൻസ്, ഫിനാൻസ്, റീറ്റെയിൽസ്, പബ്ലിക് സെക്ടർ. ഇതൊക്കെ ചെറിയ പോയിൻറ്റ്സാണ്.
മാർക്കറ്റ് കോമ്പറ്റീഷൻസ്, ഫൺ ആൻഡ് എൻഗേജ്മെൻറ്റ്. അടുത്തത് ഇവല്യൂഷൻ ഓഫ് ഇ കോമേഴ്സ്. എങ്ങനെയാണ് ഇ കോമേഴ്സ് സ്റ്റാർട്ട് ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത്. 1991 WW ഇൻ്റർനെറ്റ് ആക്സസിബിൾ ആയി. അതിനുശേഷം പിസ്സ ഹട്ടാണ് ഫസ്റ്റ് ടൈം ഇൻ്റർനെറ്റിലൂടെ എന്താണ് ഓൺലൈൻ ഓർഡറിങ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിൻ്റെ ഗ്രോത്ത് ആൻഡ് ചലഞ്ചസ് അതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമല്ല. അടുത്ത ടൈപ്പ് ഓഫ് ഇ കൊമേഴ്സ്. ടൈപ്പ് ഓഫ് ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ B2B. B2B എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ്. ബിസിനസ്സും തമ്മിലുള്ള ഇ കൊമേഴ്സിനെയാണ് B2B എന്ന് പറയുന്നത്. അതായത് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ബിസിനസ് സച്ച് ആസ് മാനുഫാക്ചർ സെല്ലിംഗ് ടു ഹോൾസെയിലേഴ്സ്. ലൈക്ക് മാനുഫാക്ചേഴ്സ് ഹോൾസെയിലറിന് വിൽക്കുന്നു. അതാണ് ബിസിനസ് ടു ബിസിനസിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ഈ ഹോൾസെയിലർ എന്ത് ചെയ്യും? സെൽ ടു റീറ്റെയിലേഴ്സിന് ഈ ഹോൾസെയിലർ അത് വിൽക്കുന്നു. എക്സാമ്പിൾ ആലിബാബ വേർ ബിസിനസ് സോഴ്സസ് പ്രൊഡക്റ്റ് ഡയറക്ട്ലി ഫ്രം സപ്ലയർ. അടുത്ത B2C. B2C പറഞ്ഞാൽ ബിസിനസ് ടു കൺസ്യൂമർ. ബിസിനസ് സെൽ പ്രൊഡക്റ്റ് സർവീസസ് ഡയറക്ട്ലി ടു ദ ഇൻഡിവിജ്വൽ കൺസ്യൂമർ വിയ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് വഴി ബിസിനസ് അവരുടെ പ്രൊഡക്റ്റോ സർവീസസോ വിൽക്കുകയാണ് ഡയറക്റ്റ് ടു കൺസ്യൂമർ. കൺസ്യൂമറിന് ഡയറക്റ്റായിട്ട് ഇൻ്റർനെറ്റ് വഴി വിൽക്കുന്നതാണ് B2C. എക്സാമ്പിൾ ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ. അടുത്ത C2C, കൺസ്യൂമർ ടു കൺസ്യൂമർ. എന്ന് വെച്ചാൽ നമ്മൾ കൺസ്യൂമർ തന്നെ കൺസ്യൂമറിന് സേവനങ്ങൾ വിൽക്കുകയാണ്. ലൈക്ക് നമ്മളിപ്പം യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇപ്പം OLXൽ വിൽക്കുന്നൊക്കെ അതൊക്കെയാണ് ഇതിൽ വരുന്നത്. അടുത്ത C2B, കൺസ്യൂമർ ടു ബിസിനസ്. കൺസ്യൂമർ ടു ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്രീലാൻസ് ഒക്കെ ചെയ്യുന്നതിനെയാണ് പറയുന്നത്. നമ്മൾ ഫ്രീലാൻസ് ആയിട്ട് വർക്കൊക്കെ ചെയ്യുന്നില്ലേ ഇൻ്റർനെറ്റ് വഴി. അപ്പോൾ കൺസ്യൂമർ ബിസിനസ്സിന് വേണ്ടി എന്തെങ്കിലും സർവീസസുകൾ എന്തെങ്കിലുമൊക്കെ വിൽക്കുന്നു, ഫ്രീലാൻസ് സർവീസസ് ചെയ്യുന്നു, അതിനെയാണ് പറയുന്നത്. എക്സാമ്പിൾ അപ്വർക്ക്. അടുത്ത B2G, ബിസിനസ് ടു ഗവൺമെൻറ്. ബിസിനസ് ഗവൺമെൻറ്റിന് നൽകുക. ബിസിനസ് പ്രൊവൈഡ് പ്രൊഡക്റ്റ് ഓർ സർവീസസ് ടു ഗവൺമെൻറ് എൻറ്റിറ്റീസ്. ഗവൺമെൻറ് എൻറ്റിറ്റീസിന് വേണ്ടി ബിസിനസ് പ്രൊഡക്റ്റോ സർവീസസോ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ബിസിനസ് ടു ഗവൺമെൻറ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് മാർക്കറ്റിംഗ് പ്ലേസ് ഇൻ ഇന്ത്യ വേർ ബിസിനസ് ക്യാൻ ബിഡ് ഓൺ ഗവൺമെൻറ് ടെൻഡേഴ്സ്. അടുത്ത C2A, കൺസ്യൂമർ ടു അഡ്മിനിസ്ട്രേഷൻ. കൺസ്യൂമർ ഇൻറ്ററാക്ട് ഡയറക്ട്ലി വിത്ത് ഗവൺമെൻറ് ഏജൻസീസ് ഓഫ്റ്റൻ സർവീസ് പേയ്മെൻറ്റ്സ്. കൺസ്യൂമർ ഗവൺമെൻറ് ഏജൻസിനെ ഡയറക്റ്റ്ലി ഇൻറ്ററാക്ട് ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? നമ്മൾ ഓൺലൈൻ ടാക്സ് പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി. അടുത്ത P2P, പിയർ ടു പിയർ. ഇൻഡിവിജ്വൽ എൻഗേജ് ഇൻ ട്രാൻസാക്ഷൻ വിത്ത് ഈച്ച് അതർ ഡയറക്ട്ലി ഓഫ്റ്റൻ യൂസിങ് പ്ലാറ്റ്ഫോം ഫെസിലിറ്റേറ്റ് എക്സ്ചേഞ്ച്. എന്താണ്? എക്സ്ചേഞ്ചിനൊക്കെ വേണ്ടി ഇൻഡിവിജ്വൽസ് തമ്മിൽ ട്രാൻസാക്ഷൻ നടത്തുന്നു. അതാണ് എക്സാമ്പിൾ ബിറ്റ് കോയിൻ. അടുത്തത് D2C, ഡയറക്റ്റ് ടു കൺസ്യൂമർ. ബ്രാൻഡ് സെൽ പ്രൊഡക്റ്റ് ഡയറക്റ്റ് ടു കൺസ്യൂമർ. ബ്രാൻഡ്സൊക്കെ അവരുടെ പ്രൊഡക്റ്റ് ഒരു മിഡിൽ മാൻ ഒന്നുമില്ലാതെ ഡയറക്റ്റ്ലി കൺസ്യൂമറിന് വിൽക്കുകയാണ്. ലൈക്ക് കമ്പനീസ് അവരെ സ്വന്തം വെബ്സൈറ്റിലൂടെ കൺസ്യൂമറിലേക്ക് എത്തുകയാണ്. കൺസ്യൂമർ അവിടെ നിന്ന് ഡയറക്റ്റായി സാധനങ്ങൾ വാങ്ങുന്നു. ലൈക്ക് എക്സാമ്പിൾ വാർബൈ പാർക്കർ ആൻഡ് കാസ്പർ വിച്ച് സെൽ ദ പ്രൊഡക്റ്റ് ഡയറക്ട്ലി ത്രൂ ദ വെബ്സൈറ്റ്സ്. അടുത്ത അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ഇ കൊമേഴ്സ്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ 24/7 അവൈലബിലിറ്റിയാണ്. ഏത് ടൈമിലും നമുക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ആപ്പ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് കയറിയിട്ട് നമ്മളെ ലാപ്ടോപ്പ് എന്ത് ഡിവൈസ് ഉണ്ടെങ്കിലും നമുക്ക് ഈ നെറ്റ് ഉണ്ടെങ്കിൽ എനി ടൈം നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും. കൺവീനിയൻ്റ്. നമുക്ക് ട്രാവൽ ചെയ്യേണ്ട, നേരിട്ട് പോയിട്ട് ഷോപ്പിൽ പോകേണ്ട ആവശ്യമില്ല. എവിടെ ഇരുന്നിട്ടും വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാം, ഷോപ്പ് ചെയ്യാം. വൈഡ് പ്രൊഡക്റ്റ് സെലക്ഷൻ, അതുപോലെ പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ്, കോസ്റ്റ് എഫിഷ്യൻസി, ഈസി റീടാർഗറ്റിംഗ്, ഇമ്പൾസ് ബൈയിങ് എന്ന് പറയുന്നതിനാൽ ഇപ്പം ലിമിറ്റഡ് ടൈം ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നില്ല നമ്മൾ ഓൺലൈനിൽ. അതുപോലെ റിവ്യൂ ആൻഡ് ഇൻഫർമേഷൻ, അഫോർഡബിൾ മാർക്കറ്റിംഗ്, ഫ്ലെക്സിബിലിറ്റി. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ച്. നമുക്ക് അതിനെ ഡയറക്റ്റ്ലി പോയിട്ട് അത് ടച്ച് ചെയ്തതിനെ കണ്ടുകൊണ്ട് നമുക്ക് ഫിസിക്കലി അതിനെ ഇൻസ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. നമുക്കൊരു വിർച്വൽ ആയിട്ടുള്ള നമുക്ക് സ്ക്രീനിൽ കാണുന്ന ആ ഒരു പ്രൊഡക്റ്റിന് സ്ക്രീനിൽ കണ്ടുകൊണ്ട് മാത്രമേ വാങ്ങാൻ പറ്റുന്നു. ഡയറക്റ്റ് അതിനെ നമുക്ക് ഫിസിക്കലി ടച്ച് ചെയ്യാനോ കാണാനോ സാധിക്കില്ല. ക്വാളിറ്റി അൺസർട്ടിറ്റി, നമുക്ക് ഉറപ്പില്ല അതിൻ്റെ ക്വാളിറ്റി നമ്മൾ കണ്ടതുപോലെ തന്നെ ആയിരിക്കണം. ഡെലിവറി ഡിലേയ്സ്, അതുപോലെ ഡിഫിക്കൽട്ട് പർച്ചേസസ്, ടെക്നിക്കൽ ഇഷ്യൂസ്, സൈബർ സെക്യൂരിറ്റി റിസ്ക്.
അപ്പം ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുള്ളത്.